നവംബർ 24 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച റിവ്യൂ ആണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്കുള്ളത്. ആദ്യ ഭാഗത്ത് വിപണിയുടെ നിലവിലെ സ്ഥിതിയും വരും ദിവസങ്ങളിലെ സാധ്യതകളും വിവരിക്കുന്നു. രണ്ടാം ഭാഗത്ത് ഓഹരി വില സൂചികകളുടെ പ്രതിരോധ പിന്തുണ നിലവാരങ്ങൾ, അതുപോലെ തന്നെ പ്രവണതകൾ എന്തൊക്കെയായിരിക്കും തുടങ്ങിയവയാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാം ഭാഗത്ത് നിക്ഷേപകർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, അവർക്ക് വളരെ പ്രയോജനകരമായ ചില തീയതികൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് വിവരിക്കുന്നത്. ആദ്യം വിപണിയുടെ നിലവിലെ സ്ഥിതി എന്തൊക്കെയെന്ന് പരിശോധിക്കാം. വിപണി കഴിഞ്ഞ ആഴ്ച 26,100-നും 26,200 പോയിന്റിനും ഇടയിൽ കനത്ത പ്രതിരോധം നേരിട്ടേക്കാമെന്ന് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ കഴിഞ്ഞ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഓഹരി വില സൂചികയായ നിഫ്റ്റി 26,192.15 നിലവാരം വരെ ഉയർന്നു. അതായത് 26,200 എന്ന പ്രതിരോധ നിലവാരത്തിന്റെ ഏറ്റവും ഉയർന്ന പരിധി വരെ സൂചികയ്ക്ക് ഉയരാൻ കഴിഞ്ഞു. പക്ഷേ 2 കാരണങ്ങൾ കൊണ്ട് വിപണിക്ക് റെക്കോർഡിലേക്കുള്ള കുതിപ്പ് അസാധ്യമായി. പ്രധാന കാരണം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഒന്ന്, അതായത് വിലകൾ വളരെയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഒട്ടേറെ നിക്ഷേപകർ കിട്ടിയ ലാഭം മുതലെടുക്കുവാനായി ഇല്ലെങ്കിൽ വീണ്ടെടുക്കുവാനായി വിപണിയിലെത്തി. ഇതിനെ തുടർന്നാണ് വിപണിയിലെ വില സൂചികകളെ അത് സാരമായി ബാധിച്ചത്. മറ്റൊരു കാരണം ഇറക്കുമതി ചെയ്ത ഭയാശങ്കകളായിരുന്നു. ഇറക്കുമതി ചെയ്തത് എന്ന് പറയാൻ കാരണം അമേരിക്കയിലെയും അതുപോലെ കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ ചില രാജ്യങ്ങളിലെയും ഒക്കെ വിപണികളിൽ ഒരു AI ബബിൾ രൂപം കൊണ്ടിട്ടുണ്ടെന്നും അത് ഏത് സമയവും പൊട്ടാമെന്നും മറ്റുള്ള ഒരു പ്രചാരണം എല്ലായിടത്തും ഉണ്ടായി. പണ്ട് .com ബബിൾ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ സബ് പ്രൈം ക്രൈസിസ് ഉണ്ടായതുപോലെ വലിയൊരു വിപത്താണ് വിപണി അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന മട്ടിലുള്ള പ്രചാരണമായിരുന്നു അത്. ഇത് തീർച്ചയായും ഇന്ത്യൻ വിപണിയിലും ഭയാശങ്കകൾക്ക് വലിയ തോതിൽ ഇടയാക്കി. ഇത് വിലസൂചികകളുടെ കയറ്റം പരിമിതപ്പെടുന്നതിന് ഇടയാക്കി. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ പ്രചാരണമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ എൻവിഡിയ വളരെ അതിശയകരമായ പ്രവർത്തന ഫലം മുന്നോട്ട് വച്ചു. ഇത് മാത്രമല്ല, എൻവിഡിയയുടെ ഓഹരി വില നാസ്ഡക്കിൽ 4% വർദ്ധിക്കുന്നതും കണ്ടു. ഇതിനൊക്കെ പുറമെ ഭാവി ഭാസുരമായിരിക്കും എന്ന പ്രവചനം കൂടി അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൂടി എൻവിഡിയയിൽ നിന്ന് ഉണ്ടായി. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വിപണിക്ക് മുന്നേറ്റം പരിമിതപ്പെട്ടു എന്ന് മാത്രമാണ് ഉണ്ടായ ഫലം. ഇനി അങ്ങനെ ഒരു AI ബബിൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും അത് പൊട്ടുമെന്നും തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. കാരണം അമേരിക്ക, കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ ടെക് ഓഹരികൾക്ക് ആധിപത്യമുള്ള വിപണികളിലെ തകർച്ച ടെക് ഓഹരികൾക്ക് അത്ര പ്രാമുഖ്യമില്ലാത്ത ഇന്ത്യൻ വിപണിയെ ബാധിക്കില്ല. അപ്പോൾ സംഭവിക്കുക, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന്റെ ശ്രദ്ധ നാസ്ഡക്കിൽ നിന്ന് നിഫ്റ്റിയിലേക്ക് തിരിയുമെന്നതാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ പോലും ഇന്ത്യക്കാണ് അതിന്റെ നേട്ടം. ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയ വളർച്ചയിലാണ്. ഇന്ത്യൻ വിപണി നല്ല സ്ഥിരതയുണ്ട്. അതുപോലെ തന്നെ ഓഹരി വിലകളുടെ നിലവാരമാകട്ടെ വളരെ ന്യായമായ തരത്തിലുമാണ്. ഇതിനൊക്കെ പുറമെ വലിയ തോതിൽ ഇന്ത്യയിൽ ഉപഭോഗം വർദ്ധിക്കുകയാണ്. അത് ഗ്രാമീണ തലത്തിലുള്ള ഉപഭോഗം മാത്രമല്ല, നഗരങ്ങളിലും വലിയ തോതിൽ ഉപഭോഗം വർദ്ധിക്കുന്നു. ഇത് വലിയ തോതിൽ ആശ്വാസപ്രദമായ ഒരു കാര്യമാണ്. ഇതിന്റെ പ്രതിഫലനം വിപണിയിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ ആണ് ഇന്ത്യയിൽ തുക മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗതാഗത രംഗത്തും അതുപോലെ മറ്റെല്ലാ രംഗത്തും ദൃശ്യമാകും. അതിനാൽ അതിന്റെ ഫലവും വിപണിയിൽ തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇതിനൊക്കെ പുറമെ കോർപ്പറേറ്റ് വരുമാനത്തിലുണ്ടായ വർധനയാണ്. 2ാം പാദത്തിലെ വരുമാനം ഏതാണ്ട് എല്ലാ കമ്പനികളിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. വളരെ പ്രചോദനകരമായ നല്ല നിലവാരത്തിലുള്ള പ്രവർത്തന ഫലമാണ് മിക്ക കമ്പനികളും കാഴ്ചവെച്ചിരിക്കുന്നത് എന്നതും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒന്നാണ്. ഈ സാഹചര്യത്തിൽ വിപണിയുടെ വരും ദിവസങ്ങളിലെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അടുത്ത ആഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിർണയ സമിതി യോഗം ചേരുന്നുണ്ട്. സമിതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത സാഹചര്യത്തിൽ ഓഹരി വിപണിയിൽ അത് സംബന്ധിച്ച ആശങ്കകളും പ്രതീക്ഷകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ അതിന്റെ പ്രതിഫലനം ഈ ദിവസങ്ങളിൽ വിപണിയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ നിലവാരം എന്നത് വളരെ താഴ്ന്ന തലത്തിൽ എത്തിയിരിക്കുന്നു. അതിനാൽ ഇൻഫ്ലേഷൻ നിയന്ത്രണത്തിന് വേണ്ടി ഇനിയിപ്പോൾ RBIക്ക് വലിയ ശ്രമമൊന്നും ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ വിപണിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു നയമായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
കൈക്കൊള്ളുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത ആഴ്ച വരെ കാത്തിരുന്നെങ്കിൽ മാത്രമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം അറിയാനാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊരു വലിയ സംഭവം എന്ന് പറയുന്നത് രണ്ടാം പാദത്തിലെ GDP നിരക്കുകളാണ്. GDP നിരക്കുകൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 28-നാണ് പ്രഖ്യാപിക്കുന്നത്. ഇത് 7.2% മുകളിലായിരിക്കും ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ച എന്നാണ് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് അനുമാനിക്കുന്നത്. ഏതാണ്ട് ഇതേ മറ്റുള്ള അനുമാനം തന്നെയാണ് മൂഡീസ് റേറ്റിംഗ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലുള്ളത്. മൂഡീസ് റേറ്റിംഗ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച 7% മുകളിലായിരിക്കും എന്നാണ്. ഏത് തരത്തിലുള്ള റേറ്റിംഗ്സ് നോക്കിയാലും ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയോ അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെയോ ഒക്കെ പ്രൊജക്ഷനേക്കാൾ വളരെ കൂടിയ നിരക്കാണ്. ഇത് വിപണിക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തായാലും 28 വരെ കാത്തിരിപ്പെങ്കിൽ മാത്രമേ അത് എത്രമാണ് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഉയർന്ന നിലവാരം എന്ന് പറയുന്നത് വിദേശ ധനസ്ഥാപനങ്ങളെ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കാൻ പോകുന്നതായിരിക്കും. അതിന് അവർക്ക് വഴി തുറന്നു കൊടുക്കുന്നതുമായിരിക്കും. മറ്റൊന്ന്, മാർക്കറ്റ് ഇപ്പോൾ വളരെ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇതിന് പ്രധാന കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം സാധ്യമാകും എന്ന പ്രതീക്ഷയാണ്. കരാർ ഉടൻ തന്നെ സാധ്യമാകുമെന്ന മട്ടിലാണ് സർക്കാരുമായും മറ്റ് ഏജൻസികളുമായും ഒക്കെ ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അതിനാൽ അത് സാധ്യമാകുകയാണെങ്കിൽ, അങ്ങനെ ഒരു കരാർ സാധ്യമാകുകയാണെങ്കിൽ വിപണി വലിയ തോതിൽ കുതിച്ചുയരുക തന്നെ ചെയ്യും. അതിന്റെ ഒരു സൂചനയാണ് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഓഹരികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വലിയ തോതിലുള്ള ഡിമാൻഡ് ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ തെളിവായി കരുതാം. ആകെ വരും ദിവസങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ അനുമാനിക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് രൂപയുടെ മൂല്യ തകർച്ചയാണ്. അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വിനിമയ നിലവാരം വളരെ താഴ്ന്ന തലത്തിൽ എത്തിയിരിക്കുന്നു. 89 രൂപ 48 പൈസ ആയിരുന്നു ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയ വില നിലവാരം. ഇത് 88.80 എന്ന കഴിഞ്ഞ ഏറ്റവും കൂടിയ നിലവാരത്തേക്കാൾ മോശമാണ്. അതിനാൽ രൂപയുടെ വിലത്തകർച്ച എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിക്ക് വളരെ ദോഷകരമായ ഒന്നാണെന്ന് മാത്രമല്ല, അത് വിപണിയെ ബാധിക്കുകയും ചെയ്യും. സാധാരണ ഇതുപോലെ വലിയ തകർച്ച ഉണ്ടാകുന്ന ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണവിപണിയിൽ ഇടപെടുകയും രൂപയുടെ മൂല്യ തകർച്ച പിടിച്ചു നിർത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അത് കണ്ടില്ല. അതിന്റെ ഫലമായാണ് രൂപയ്ക്ക് ഇത്രയേറെ വലിയ മൂല്യ തകർച്ച രേഖപ്പെടുത്തേണ്ടി വന്നതെന്ന് പണവിപണിയുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ പറയുന്നു. ഇനി ഓഹരി വിലസൂചികകളുടെ നിലവാരം പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചത് 85,231.92 നിലവാരത്തിലാണ്. നിഫ്റ്റി ആകട്ടെ 26,068.15 പോയിന്റിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 58,867.70 നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇതെല്ലാം തന്നെ സാമാന്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ നല്ല നിലവാരമാണെന്ന് തന്നെ പറയാം. ഇതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിക്ക് റെക്കോർഡ് ഹൈക്ക് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്ത് വരെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. മറ്റൊന്ന്, 26,000 പോയിന്റിന് മുകളിൽ തന്നെ നിലവാരം നിലനിർത്താൻ കഴിഞ്ഞു എന്നതും വലിയ നേട്ടമാണ്. നെഗറ്റീവ് എന്ന് പറയാവുന്നത് നിഫ്റ്റിക്ക് 26,100 പോയിന്റിന് മുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞെങ്കിലും ആ നിലവാരം നിലനിർത്താനായില്ല എന്നതാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ലാഭമെടുപ്പ്. ഇതിനൊക്കെ പുറമെ വിപണി റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും നിക്ഷേപകർക്ക് ഒരു പേടിയുണ്ട്. അതായത് ഏത് സമയത്തും തിരുത്തൽ സംഭവിക്കാമെന്ന ഒരു ഭയം. ഇതിന്റെ പ്രതിഫലനവും വിപണിയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും സെൻസെക്സ് 0.8%, അതുപോലെ നിഫ്റ്റി 0.6% കഴിഞ്ഞ ആഴ്ച വർധന നേടുകയുണ്ടായി. ഇത് വിപണിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നിഫ്റ്റിക്ക് 26,200 പോയിന്റിന് മുകളിൽ കടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു സർവകാല ഔന്നത്യം കൈവരിക്കാനാവൂ. അതായത് ഓൾ ടൈം റെക്കോർഡിലേക്ക് എത്തണമെങ്കിൽ ഈ 26,200 പോയിന്റ് കടക്കാൻ കഴിയണം. എന്നാൽ 26,100 പോയിന്റിൽ വിപണിക്ക് പ്രതിരോധം നേരിടാം. പക്ഷേ ഈ 26,100 പോയിന്റിലെ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. ശക്തമായ പ്രതിരോധം എന്ന് പറയുന്നത് 26,100-നും 27,200 പോയിന്റിനും ഇടയിലാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് വിപണിയുടെ പ്രതിരോധത്തിന്റെ നിലവാരം അല്പം കൂടി ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഇനി വിപണി താഴോട്ടാണെങ്കിൽ എന്തായിരിക്കും പിന്തുണയുടെ നിലവാരം എന്ന് നോക്കാം. 25,600,
25,700 പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും വിപണിയുടെ പിന്തുണയുടെ നിലവാരമെന്ന് പറയുന്നത്. ഇനി ഡിവിഡന്റുമായി ബന്ധപ്പെട്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ റെക്കോർഡ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നവംബർ 26-നാണ്. HDFC AMC 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുന്നു. ഇതിനുള്ള റെക്കോർഡ് തീയതി നവംബർ 26-ആണ്. അതുപോലെ തൈറോ കെയർ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി 2:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് തീയതി നവംബർ 28-ആണ്. നവംബറിലെ അവസാന വ്യാപാര വാരമാണിത്. ഈ വാരം കഴിഞ്ഞാൽ ഡിസംബറിലെ ഇടപാടുകൾ ആരംഭിക്കുകയായി. ഡിസംബറുകൾ പൊതുവെ വിപണിക്ക് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച സൂചനകളോടെ അടുത്ത പ്രിവ്യൂ അടുത്ത ആഴ്ച.